നമസ്കാരം. സംസ്ഥാനത്തൊരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുമെന്ന് റിപ്പോർട്ട്. അടുത്ത വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തുടനീളം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിലും തീരദേശത്തും ഒരുപോലെ മഴ കനക്കുമെന്നാണ് പ്രവചനം. തുടർച്ചയായി പെയ്യുന്ന മഴ പലയിടങ്ങളിലും പ്രളയഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. മഴയുടെ തീവ്രത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇവിടെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതും ഉരുൾപൊട്ടൽ ഭീഷണിയുമാണ് മലയോര ജില്ലകളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മഴ പെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി ബന്ധം തകരാറിലാകാനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. തലസ്ഥാന ജില്ലയെ തിരുവനന്തപുരത്തും കൊല്ലത്തും താൽക്കാലികമായി മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ദുരിതം ഒഴിഞ്ഞിട്ടില്ല. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലെ പ്രധാന റോഡുകളിൽ വെള്ളം കയറിയത് ഗതാഗത തടസ്സത്തിന് കാരണമായിട്ടുണ്ട്. വീണ്ടും മഴ കനത്താൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കേരളത്തിൽ നിലവിലുള്ള ഈ അതിതീവ്ര മഴയ്ക്ക് പിന്നിൽ ശാന്തസമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റിന്റെ വിദൂര സ്വാധീനമുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ ചുഴലിക്കാറ്റ് ശനിയാഴ്ചയോടെ ചൈനീസ് തീരത്ത് കരതൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയിൽ കരതൊട്ട് ചുഴലിക്കാറ്റ് ദുർബലമാകുന്നതോടെ കേരളത്തിലും മഴയുടെ ശക്തിയിൽ കുറവുണ്ടാകും. ഡോൾഫിൻ ചുഴലിക്കാറ്റിന് പുറമെ ഫിലിപ്പീൻസിന് സമീപത്തായി കുജീര എന്ന പേരിൽ മറ്റൊരു ചുഴലിക്കാറ്റും സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതിഭാസങ്ങളും അറബിക്കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റിന്റെ സാന്നിധ്യവുമാണ് സംസ്ഥാനത്ത് മഴ ശക്തമായി നിലനിർത്തുന്നത്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണം. പെട്ടെന്നുണ്ടാകുന്ന പ്രളയ സാഹചര്യങ്ങൾ നേരിടാൻ മുഴുവൻ ജില്ലാ ഭരണകൂടങ്ങളും സജ്ജരായിരിക്കാൻ സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള മുന്നൊരുക്കങ്ങൾ റവന്യൂ വകുപ്പ് പൂർത്തിയാക്കി. NDRF സംഘങ്ങളും സജ്ജമാണ്. മലയോര മേഖലകളിലൂടെ ഒഴുകുന്ന പുഴകളിലും അരുവികളിലും ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ പുഴകളിൽ ഇറങ്ങുന്നതിനോ മീൻ പിടിക്കുന്നതിനോ വിലക്കുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുത് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങൾ താലൂക്ക് കൺട്രോൾ റൂമുകളിലോ പോലീസിലോ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു.